ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വ്യാഴാഴ്ച വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റിയും പിന്നെ നമ്മുടെ ഇന്ന് വന്ന കുറച്ച് പാക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഗൈസ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അന്നേരം താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു നല്ലൊരു ഗോൾ കീപ്പർ വന്നിരിക്കുകയാണ് ഗൈസ്. പീറ്റർ മൈക്കിൾ, പിന്നെ ലിയാൻഡ്രോ ബൊണൂച്ചി, റൊണാൾഡോ കോമൻ്റെ, ഇങ്ങനൊരു പാക്ക്, നാഷണൽ ഗാർഡിയൻസ് എന്ന് പറയുന്നൊരു പാക്കാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്. ആ പാക്കിലൊരു ഫ്രീ ട്രൈ ഉണ്ട് ഗൈസ്, എല്ലാവരും പോയി ഒന്ന് കറക്കി നോക്കുക. എനിക്ക് ഫ്രീ ട്രയൽ ഗൈസ് നമ്മുടെ റൊണാൾഡോ കോമൻ്റെ ഒരു കാർഡാണ് ഗൈസ് എനിക്ക് ഫ്രീ ട്രയൽ അടിച്ചിരിക്കുന്നത്. റൊണാൾഡോ കോമൻ്റെ ഈ ഒരു കാർഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. രാവിലെ ആയിരുന്നു, ഞാൻ വന്ന സമയത്താണ് ഗൈസ് ഞാൻ കറക്കിയത്. അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇതാണ് നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഗൈസ്, അത്യാവശ്യം ലക്കുള്ള അക്കൗണ്ടാണ്. ഹസാർഡിൻ്റെ ബാക്കിൽ നിന്ന് ഒരു 500 കോയിൻസ് കൊടുത്തിട്ടാണ് ഈ സ്ലാട്ടൻ്റെ ഈ ഒരു കാർഡ് കിട്ടിയത്. പിന്നെ ജസ്റ്റ് ഒരു 100 കോയിൻസിനാണ് ഈ ഹസാർഡിന് അടിച്ചത്. പിന്നെ ഇപ്പം 100 കോയിൻസിന് 100 കോയിൻസ് അല്ല, ഫ്രീ ട്രയൽ നമ്മുടെ റൊണാൾഡോ കോമനും അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മുടെ സാദിയോ മാനയുടെ ബാക്കിൽ നിന്നാണ് ഈ ലുക്മൻ്റെ ഈ ഒരു AMF കാർഡ് നമുക്ക് അടിച്ചിട്ടുള്ളത് ഗൈസ്. അന്നേരം നമുക്ക് നമ്മുടെ ഗൈസ് റൊണാൾഡോ കോമൻ്റെ ഈ ഒരു കാർഡ് ഗൈസ് നമുക്ക് അടിച്ചിട്ടുള്ള കാർഡ്. അടുത്ത നമുക്ക് ഈ ബ്രസീലിൻ്റെ ഈ ഒരു പോസ്റ്റർ കണ്ടോ ഗൈസ്, നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അവൈലബിൾ ആകാൻ പോകുന്നൊരു പാക്കിനെ പറ്റിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങനൊരു പാക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേൾഡ് കപ്പ് വരുന്നുണ്ട് ഗൈസ്, അങ്ങനൊരു ഇതിന് വേണ്ടി കൊണ്ടുവരായിരിക്കും ഗൈസ്. നമ്മുടെ നെയ്മർ, മാർക്കിനസ്, റാഫിഞ്ഞ അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഗൈസ് പാക്ക് വരുന്നത്. നമുക്ക് നോക്കാം ഗൈസ് പാക്ക് വരുമെന്ന്. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ മാത്രമേ പറയത്തുള്ളൂ, കൊണാമിയുടെ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഗൈസ്, അല്ലാതെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം സൗദി പ്രോ ലീഗ് നമ്മുടെ റൊണാൾഡോയും ടീംസും എടുത്തിട്ടുള്ള കാര്യം. അങ്ങനെ അതിന് ബേസായിട്ടൊരു പാക്ക് വരുമെന്നാണ് ഗൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാക്ക് വരുമായിരിക്കും ഗൈസ്, നമ്മുടെ ഫെലിക്സ്, മാനെ, റൊണാൾഡോ അങ്ങനെയൊക്കെ ഉള്ളൊരു പാക്ക് വരുമെന്നാണ് ഗൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചാമ്പ്യൻസ് ഓഫ് സൗദി എന്ന് പറയുന്നൊരു പാക്കായിരിക്കും ഗൈസ് വരാൻ പോകുന്നത്. നമ്മുടെ ഈ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ബാക്കി എനിക്ക് വരുന്ന വ്യാഴാഴ്ചയാണ് ഗൈസ് ഓപ്പൺ ആവുന്നത്. ഇതുവരെ കളിച്ചെടുക്കാത്ത എല്ലാവരും മാക്സിമം കളിച്ചെടുക്കാൻ നോക്കുക ഗൈസ്, വെറുതെ കിട്ടുന്നതല്ലേ എടുത്ത് വെച്ചേക്ക് എന്നാണ് ഞാൻ പറയുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഡ്രോഗ്ബേനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. നമുക്ക് ഈ വരുന്ന വ്യാഴാഴ്ച ഡ്രോഗ്ബയുടെ ഒരു 5 ഫ്രീ ട്രൈ ആണ് ഗൈസ് നമുക്ക് ഓപ്പൺ ആവാൻ പോകുന്നത്. 9th ആനിവേഴ്സറി ക്യാമ്പയിനിലെ ബാക്കി സെലക്ഷൻ കോൺട്രാക്റ്റ് 4 പ്ലേയേഴ്സ് ഉൾപ്പെടും. നമ്മുടെ കിമ്മിച്ച്, ഒറേലി, മത്യാസ് ഡിലൈറ്റ്, തുർക്കിസിലാരോ ഗൈസ്, അവരുടെ പേരൊന്നും വായിക്കിട്ടത്തില്ല ഗൈസ്, വലിയ പേരാണ്. ഇവരൊക്കെ വരാൻ പോകുന്ന നമ്മുടെ ഈ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഈ ഒരു പാക്ക് ഗൈസ്. സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടും ഗൈസ്, കളിച്ചെടുക്കുന്നതാണ്. മാക്സിമം എല്ലാവരും കളിച്ചെടുക്കാൻ തന്നെ നോക്കുക ഗൈസ്. സെലക്ഷൻ കോൺട്രാക്റ്റ് നമ്മുടെ റൊണാൾഡോയുടെ ഈ ഒരു ബിഗ് ടൈം പാക്ക് റൂമറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റൊണാൾഡോ ഈ ഒരു ബിഗ് ടൈം പാക്ക് ഫ്രീ ട്രൈ ഒക്കെ ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. ഫ്രീ ട്രൈ ആണ് ഗൈസ്, ഫ്രീ ട്രൈ ഉള്ളൊരു പാക്കൊക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആരും അധികം സന്തോഷിക്കേണ്ടെന്നാണ് ഗൈസ് ഞാൻ പറയുന്നത്. നമ്മൾ റൊണാൾഡോയുടെ അതിൻ്റെ ഒരു ലൈസൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു പാക്ക് വരാൻ ചാൻസ് കുറവായിരിക്കും ഗൈസ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്, നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല, ഓൺലി ഹോപ്പ്, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഗൈസ്. കൊനാമിയുടെ ആരെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൊണ്ട് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. പിന്നെ വലിയ വലിയ അപ്ഡേറ്റ്സ് നമുക്ക് ഈ വ്യാഴാഴ്ച വരുന്നത് കൊണ്ട് എല്ലാവരും മാക്സിമം കോയിൻസ് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് കോയിൻസൊക്കെ ആരും കളയാതെ മാക്സിമം സേവ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ വ്യാഴാഴ്ച ഒരു നല്ല ബിഗ് അപ്ഡേറ്റാണ് ഗൈസ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം കോയിൻസ് സേവ് ചെയ്യാൻ നോക്കുക ഗൈസ്, അല്ലെങ്കിൽ ചിലപ്പോൾ പാക്സ് വരുമ്പം തെറ്റിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം കോയിൻസ് സേവ് ചെയ്ത് വെക്കുക ഗൈസ്, അത്ര എനിക്ക് പറയാനുള്ളൂ.
ഓരോരോ നല്ല നല്ല പാക്സ് കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ പ്രലോഭിപ്പിച്ച് കോയിൻസ് കൊടുപ്പിച്ചിട്ട് മാക്സിമം പ്രലോഭിപ്പിച്ച് കോയിൻസ് കൊടുപ്പിച്ചിട്ട് നമ്മളെ പണിയുന്ന ഒരിതാണ് ഗൈസ് നമ്മുടെ കൊണാമിയുടെ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കോയിൻസ് സേവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ തിങ്കളാഴ്ച നമ്മുടെ ഈ ഒരു കാർഡ് കൊണ്ട് ഈ ഒരു പാക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം കോയിൻസ് മാക്സിമം ഫുൾ കഴിച്ചിട്ട് വേറെ നല്ല ബാഗ്സ് കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലുള്ള കോയിൻസ് തൂറ്റിയിട്ട് നമ്മളെ കൊണ്ട് ടോപ്പപ്പ് ചെയ്യിക്കാനുള്ളൊരു പരിപാടിയാണ് ഗൈസ് നമ്മുടെ കൊണാമിയുടെ ബിസിനസ് മൈൻഡാണ് ഗൈസ്. അങ്ങനെ മാക്സിമം എല്ലാവരും നല്ലൊരു ഗോൾ കീപ്പറും ബാക്കും ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഗൈസ് നമ്മുടെ ഈ ഒരു പാക്ക്. അങ്ങനെയുള്ളവർക്കൊക്കെ കോയിൻസ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാക്ക് തന്നെയാണ് ഗൈസ്. അല്ലാത്തവർക്ക് പാക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് തന്നെയാണ് ഗൈസ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് കോയിൻസ് കൊടുക്കാവുന്ന നല്ല രീതിയിലൊരു പാക്ക് തന്നെയാണ് ഗൈസ് ഇത്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി പിന്നെ നമ്മുടെ ഈ ഫുട്ബോളിൽ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഗൈസ്. സ്മാർട്ട് അസിസ്റ്റ് ഉപയോഗിച്ച് കളിക്കുന്നവരുടെ പണിയൊക്കെ തീരാൻ പോവാണ് ഗൈസ്. ഈ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ തുടക്കത്തിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്ന് നമ്മുടെ സ്മാർട്ട് അസിസ്റ്റ് നമ്മുടെ ഡിവിഷൻ 1 തൊട്ട് 3 വരെ കയറുന്നവർക്കൊന്നും സ്മാർട്ട് അസിസ്റ്റ് ഓൺ ആണെങ്കിലും ഓഫ് ആയതുപോലെ ഫീൽ ചെയ്യത്തുള്ളൂ ഗൈസ്. അതാണ് അങ്ങനെയുള്ള അപ്ഡേറ്റാണ് ഗൈസ് വരാൻ പോകുന്നത്. അല്ല ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നൊന്നല്ല ഗൈസ്. ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പാക്ക് വരാനായിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹം കാണും ഗൈസ്. സോ അന്നേരം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.